അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറത്തുൽ ഫീൽ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫീലിൻ്റെ പാരായണവും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് സൂക്തങ്ങളിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ഒന്നാമത്തെ ആയത്താണ്. ഈ സൂറയിൽ ആകെ 5 സൂക്തങ്ങളാണല്ലോ. അതിൽ ആദ്യത്തെ 2 സൂക്തങ്ങൾ തത്വമാണ് അല്ലെങ്കിൽ തിയറിയാണ് എങ്കിൽ തുടർന്ന് വരുന്ന 3 സൂക്തങ്ങൾ പ്രാക്ടിക്കലാണ് എന്ന് മനസ്സിലാക്കാം. ആനക്കലഹ സംഭവത്തിൽ അള്ളാഹു എങ്ങനെ ഇടപെട്ടു എന്ന് ആദ്യ 2 സൂക്തങ്ങൾ പറയും. പിന്നീട് അതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് 3 സൂക്തങ്ങളിൽ വിശദീകരിക്കും. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ ചോദ്യമാണ്, ആണോ? നേരത്തെ ഒരു സൂറ ഇതേപോലെ ആ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ? ആ റഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ. അതേപോലൊരു ചോദ്യമാണ്. ആ ലം ഇല്ല. ലം എവിടെ പഠിച്ചത്? ലം യലിദ് വലം യൂലദ്. അലം ഇല്ലയോ? തറ നീ കാണുന്നു. റഅ കണ്ടു, യറ കാണും, തറ നീ കാണും. അലം തറ നീ കണ്ടില്ലേ? ഭൂതകാലത്ത് പാസ്റ്റ് ടെൻസിലാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അലം തറ നീ കണ്ടില്ലേ? ആ റഅയ്ത എന്ന് ചോദിക്കുമ്പോഴോ നീ കണ്ടില്ലേ എന്ന് തന്നെയാണ് അർത്ഥം, അല്ലേ? ഇവിടെ വേറൊരു ശൈലിയിലാണ് അലം തറ നീ കണ്ടില്ലേ. കൈഫ എങ്ങനെ, അതും ഒരു ചോദ്യ പദമാണ്. കൈഫ എങ്ങനെ. ഫഅല ചെയ്തു, പ്രവർത്തിച്ചു. റബ്ബുക നിന്റെ നാഥൻ. നിന്റെ നാഥൻ എങ്ങനെ ചെയ്തു എന്ന് നീ കണ്ടില്ലേ? ആരോട്? ബി ഓട്, അസ്ഹാബ് ആൾക്കാർ, അൽ ഫീൽ ആന. സാഹിബ് എന്ന് പറയില്ലേ, കൂട്ടുകാരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അതിൻ്റെ ബഹുവചനാണ് അസ്ഹാബ്. അസ്ഹാബുൽ ഫീൽ ആനക്കാർ എന്നാണ് ഇവിടെ അർത്ഥം. അതൊരു ശൈലിയാണ്. ഗുഹാവാസികൾ, അവരെ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നില്ലേ? അതേപോലെ ഇപ്പോൾ ഖുർആനിൻ്റെ ആൾക്കാർ അസ്ഹാബുൽ ഖുർആൻ എന്ന് വേണമെങ്കിൽ പറയാം എന്ന ശൈലിയിലാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അസ്ഹാബുൽ ഫീൽ ആനക്കാർ. ആനക്കാരോട് നിന്റെ നാഥൻ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നീ കണ്ടില്ലേ? അള്ളാഹു ചോദിക്കാൻ. ഇവിടെ ആരാണ് നീ? ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ നമ്മളൊക്കെ അതിൽ പെടും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഈ സംഭവം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷേ കണ്ടവരെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. നാം മനസ്സിലാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന വർഷത്തിലാണ് ഈ സംഭവം. ഒരുപക്ഷെ ഈ സംഭവം നടന്ന് 50 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം സംഭവിച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നബി കണ്ടില്ലേ, നേരിട്ട് കണ്ടില്ലേ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ എന്നൊക്കെയുള്ള ആശയമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇങ്ങനൊരു ചോദ്യത്തോടെ സൂറ ആരംഭിക്കുകയാണ്. അടുത്ത ആയത്തും ഇതേ ശൈലിയിൽ തന്നെ. അലം യജഅൽ കൈദഹും ഫീ തളീൽ. ചോദ്യമാണ്, ആണോ? അലം ഇല്ലയോ? യജഅൽ ജഅല ആക്കി എന്നാണ്. എന്താണോ സംഭവിച്ചത് അതിനോട് ചേർത്ത് ജഅല പ്രയോഗിക്കും. അലം യജഅൽ അവൻ ആക്കിയില്ലേ? ആരാണ് അവൻ? റബ്ബ്, നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു. അലം യജഅൽ അവൻ ആക്കിയില്ലേ? കൈദഹും, കൈദ് തന്ത്രം അല്ലെങ്കിൽ കുതന്ത്രം എന്നാണ് അർത്ഥം. കൈദഹും അവരുടെ തന്ത്രത്തെ. ആരുടെ? അസ്ഹാബുൽ ഫീലിൻ്റെ ആനക്കാരുടെ തന്ത്രത്തെ അവൻ ആക്കിയില്ലേ? എന്താക്കിയില്ലേ? ഫീ തളീൽ പാഴ്വേല ആക്കിയില്ലേ? ഫീ ഇൽ എന്നാണ്. വല്ല എന്ന വാക്കിന് പിഴച്ചു എന്നാണ് അർത്ഥം.
ഒരാൾ നടന്നു പോകുമ്പോൾ വഴി പിഴച്ചു പോകുന്നതിന് വല്ല എന്ന് പറയും. എന്നാൽ വല്ലല എന്നാകുമ്പോഴോ പിഴപ്പിച്ചു എന്നായിരിക്കും അർത്ഥം. അവല്ല എന്ന് പറയുമ്പോഴും അങ്ങനെയാണ്, വഴി തെറ്റിച്ചു എന്ന അർത്ഥമാണ്. ശരിക്കും ഒരാൾ അമ്പ് ചെയ്യുമ്പോൾ ആ അമ്പ് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്നതിന്, വഴി തെറ്റിപ്പോകുന്നതിന് ഈ വാക്ക് ഉപയോഗിക്കും. അപ്പം ഇവിടെ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ കുതന്ത്രത്തെ അവൻ അള്ളാഹു വഴി തെറ്റിച്ചു കളഞ്ഞില്ലേ എന്നാണ് പറയുന്നത്. അഥവാ അവരുടെ ആ പ്രവൃത്തി പാഴ്വേലയാക്കി കളഞ്ഞില്ലേ, പ്രയോജനമില്ലാത്തതാക്കിയില്ലേ എന്ന് അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ്. എന്താണ് അവരുടെ കുതന്ത്രം? അബ്രഹത്തും ആനപ്പടയും ആർക്കും കാണാൻ കഴിയും വിധത്തിൽ 60,000 കാലാൾപ്പടയും 13 ആനകളുമായിട്ടല്ലേ വന്നത്. ഞങ്ങൾ കഅബ തകർക്കാൻ വന്നതാണ് എന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു കുതന്ത്രം? അതിൻ്റെ പിന്നിലെ ലക്ഷ്യമാണ് കുതന്ത്രം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, 3 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അല്ലേ? ഒന്ന് മതപരമായിരുന്നു, മറ്റൊന്ന് രാഷ്ട്രീയവും അധികാരപരവുമായിരുന്നു, മൂന്നാമത്തേത് സാമ്പത്തികമായിരുന്നു. ഇങ്ങനെ ചില ഗൂഢമായ ചില പ്ലാനിങ് അയാൾക്കുണ്ടായിരുന്നു. അതിനെയാണ് അല്ലാഹു തആല പരാജയപ്പെടുത്തിയത്. അഥവാ കഅബ തകർക്കാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഈ ഗൂഢമായ ഉദ്ദേശങ്ങളും പരാജയപ്പെട്ടു പോയി. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇത് പറയുമ്പോൾ അങ്ങനെ വല്ലാത്ത ഒരു വിജയിയുടെ ആരവം മുഴക്കിക്കൊണ്ട് അഹങ്കാരപൂർവം ഒന്നുമല്ല ഇത് പറയുന്നത്, വളരെ കൂളായിട്ടാണ് പറയുന്നത്. ആ ആനക്കാരെ നിൻ്റെ റബ്ബ് എന്ത് ചെയ്തതെന്ന് നീ കണ്ടില്ലേ? ആനക്കാരെന്നേ പറഞ്ഞുള്ളൂ. വളരെ നിസ്സാരവൽക്കരിച്ചാണ് അവരെക്കുറിച്ച് പറയുന്നത് അല്ലേ? അത് ഖുർആനിൻ്റെ സവിശേഷമായൊരു ശൈലിയാണ് എന്നുകൂടി മനസ്സിലാക്കണം. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഇനി എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നു. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. വഅർസല, അർസല അയച്ചു എന്നാണ് അർത്ഥം. അലൈഹിം അവർക്കുമേൽ അയച്ചു. ത്വയ്ർ പക്ഷിയാണ്, ത്വയ്ർ പക്ഷി. ത്വയ്റാൻ എന്ന് പറയില്ലേ, എയർവേസ് വിമാന സർവീസിനാണ് അങ്ങനെ പറയാം. പക്ഷിയോട് താരതമ്യം ചെയ്താണ് ആ വാക്ക് അല്ലേ? വഅർസല അലൈഹിം ത്വയ്റൻ, അവൻ അവർക്കുമേൽ പക്ഷിയെ അയച്ചു. അബാബീൽ, കൂട്ടം കൂട്ടമായിട്ട് പെയ്തിറങ്ങുന്ന പക്ഷികൾ. അബാബീൽ പക്ഷി എന്ന് പറയാറുണ്ട് അല്ലേ? ശരിക്കും ആ പക്ഷിക്കൂട്ടത്തിൻ്റെ പേരല്ല അബാബീൽ, മറിച്ച് പക്ഷിക്കൂട്ടം എന്ന അർത്ഥത്തിലാണ് അബാബീൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, പക്ഷിക്കൂട്ടങ്ങളെ അവൻ അവർക്കുമേൽ അയക്കുകയും ചെയ്തു എന്ന് മാത്രം പറയാണ്. അഥവാ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അതാണ് വഅർസല അലൈഹിം, അവർക്കുമേൽ പക്ഷികൾ വന്ന് പതിക്കാൻ പോവുകയാണ് എന്നർത്ഥം. ഇനി അടുത്ത ആയത്ത്, തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. റമാ യർമി, എറിഞ്ഞു എന്നാണ് അർത്ഥം. തർമി, അവ എറിയുന്നു. ഹിം, അവരെ എറിയുന്നു. തർമീഹിം, അവ, ആ പക്ഷികൾ അവരെ എറിയുന്നു. ബിഹിജാറ, കല്ലുകൊണ്ട് എറിയുന്നു, കല്ലുകൾ കൊണ്ട് എറിയുന്നു. ഒരു കല്ലിന് ഹജർ എന്നാണ് പറയാം. മക്കയിൽ ഹജറുൽ അസ്വദ് ഉണ്ടല്ലോ, കറുത്ത കല്ല് അല്ലേ? അതിൻ്റെ ബഹുവചനാണ്, പ്ലൂരലാണ് ഹിജാറ. തർമീഹിം, അവ അവരെ എറിയുന്നു. ബിഹിജാറത്തിൻ, കല്ലുകൾ കൊണ്ട്. എങ്ങനെയുള്ള കല്ലാണ്? മിൻ സിജ്ജീൽ, ചൂളയിൽ വെച്ച് പഴുത്ത കല്ലുകൾ എന്ന് പറയാം. കളിമണ്ണില്ലേ, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കല്ലുകൾ. അത് നമ്മുടെ ഇഷ്ടികയും ഓടുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ചൂടുള്ള അവസ്ഥയിൽ ചൂളയിലേക്ക് എടുത്തു വെച്ചിട്ട് നല്ല പഴുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ചൂടാക്കിയിട്ടാണ് പുറത്തെടുക്കുക. അപ്പോൾ നല്ല സ്ട്രോങ് ആവും. ആ നിലയ്ക്ക് നന്നായിട്ട് ചുട്ടു പഴുപ്പിച്ചെടുത്ത കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് ഇവിടെ ഉദ്ദേശം. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ആ കല്ലുകൾ ഈ പക്ഷികളുടെ കൊക്കുകളിലും കാലുകളിലും അവയിങ്ങനെ വഹിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നായിട്ട് ഇവർക്ക് മുകളിലേക്ക് ഇങ്ങനെ വിതറുകയായിരുന്നു അത്രേ. എന്നിട്ടോ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ ജഅല, അവൻ ആക്കി,
ഹും അവരെ, ക പോലെ, അസ്ഫ് വൈക്കോൽ പോലെ, മക്കൂൽ തിന്നപ്പെട്ട, അക്കല തിന്നു എന്നാണ് അർത്ഥം. മക്കൂൽ തിന്നപ്പെട്ടതായ വൈക്കോൽ എന്നാണ്. തിന്നപ്പെട്ട വൈക്കോൽ പോലെ അഥവാ ചവച്ചരച്ച വൈക്കോൽ പോലെ ആ സമൂഹത്തെ ചണ്ടികളായിട്ട് അള്ളാഹു താല നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ അല്ലേ. അവിടെ ഒരു ക വന്നിട്ടുണ്ട്, പോലെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഈ സൂറയിൽ തുടക്കത്തിൽ ക വരുന്നില്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക, നിൻ്റെ റബ്ബ്. ആ കായും ഈ കായും തമ്മിൽ എന്താ വ്യത്യാസം? എഴുത്തിൽ ഒരുപോലെയാണ്. അവിടെ നീ എന്നാണ് അർത്ഥം, ഇവിടെ കായ്ക്ക് പോലെ എന്നാണ് അർത്ഥം. നീ എന്ന ക പൊതുവെ ഒരു വാക്കിനോട് ചേർന്ന് അതിൻ്റെ അവസാനത്തിലാണ് വരിക, റബ്ബുക്ക, നിൻ്റെ നാഥൻ. എന്നാൽ പോലെ എന്ന് പറയുന്ന ക തുടക്കത്തിലാണ് വരിക. ക എസ് വൈക്കോൽ പോലെ, ഏതിനോടും ഉപമിച്ച് പറയാൻ വേണ്ടിയിട്ട് ക കിതാബ് പുസ്തകം പോലെ, അങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്നൊരു വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ 5 കുഞ്ഞു സൂക്തങ്ങളിലൂടെ ആ മഹാസംഭവത്തെ ഏറ്റവും ചുരുക്കിയിട്ട് അവതരിപ്പിക്കാൻ. ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ ഒരു ചിത്രം ഈ സൂക്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല പ്രത്യക്ഷത്തിൽ. പക്ഷെ ഓരോ വാക്കിലും വലിയ ആശയങ്ങളുണ്ട്. അസ്ഹാബുൽ ഫീൽ എന്ന് പറയുമ്പോൾ തന്നെ അബ്രഹത്തിൻ്റെ ആനപ്പടയാണ്, അവർ വൻ സൈന്യമായിട്ടാണ് വന്നത് എന്നൊക്കെയുള്ള ആശയങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആന എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജീവിയാണ് അല്ലേ, ഏറ്റവും ഭാരമുള്ള, കാണുമ്പോൾ തന്നെ ഏറ്റവും ഗാംഭീര്യമുള്ള ജീവിയാണ്. ആ വാക്കിൽ തന്നെ ശരിക്കും ഇതൊരു വൻ പടയായിരുന്നു, വലിയ അഹങ്കാരവും പൊങ്ങച്ചവും അധികാരവും ഒക്കെ കൈയടക്കിയിരുന്ന വലിയ ഒരു ശക്തിയായിട്ടാണ് അവരിങ്ങനെ വന്നുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാവും. പക്ഷെ അള്ളാഹു വളരെ കൂളായിട്ട് പറയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആ ആനക്കാരെ നിൻ്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു അല്ലേ. അലം യജാൽ കൈദഹും ഫി തദ്ലീൽ, അള്ളാഹു വിചാരിച്ചാൽ സാധ്യമല്ലാത്ത ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ആ വൻ ശക്തിയെ അള്ളാഹു നിസ്സാരമായ ആ പക്ഷികളുടെ കൊക്കിലും കാലിലും വെച്ചുകൊടുത്ത കല്ലുകൾ കൊണ്ട് നശിപ്പിച്ചു അത്രേ. നേരത്തെ പറഞ്ഞ ആ പ്രദേശമുണ്ടല്ലോ, മുസ്ദലിഫയ്ക്കും മിനയ്ക്കും ഇടയിലുള്ള മുഹസ്സർ എന്ന താഴ്വര, ആ താഴ്വരയിലെത്തിയപ്പോൾ അബ്രഹത്തിൻ്റെ ആനയുടെ പേരെന്തെന്നറിയാം, മഹ്മൂദ് എന്നായിരുന്നു അത്രേ. ആ ആന ഒരടി മുന്നോട്ട് വെക്കുന്നില്ല, അഥവാ കഅബയുടെ ഭാഗത്തേക്ക് അത് സഞ്ചരിക്കുന്നേ ഇല്ല. മറ്റേത് വഴിക്ക് തെളിക്കുമ്പോഴും അത് സഞ്ചരിക്കുന്നു, പക്ഷെ കഅബയുടെ ഭാഗത്തേക്ക് അത് ഒരു വിധത്തിലും കാലെടുത്ത് വെക്കുന്നില്ല എന്നതായിരുന്നു ഒരു സംഭവം. അങ്ങനെ അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പക്ഷികൾ ഈ കടലിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ വന്നു ചേരുകയും അവർക്ക് മുകളിൽ കല്ലുകൾ വർഷിക്കുകയും ചെയ്തു. അത് ഈ മനുഷ്യരുടെ തലയിൽ വീണിട്ട് അങ്ങനെ തന്നെ ശരീരത്തിൻ്റെ അകത്തുകൂടെ ഊർന്ന് നിലത്തേക്ക് വീണു പോയത്രേ. അപ്പോഴേക്കും അവരുടെ ശരീരം അങ്ങനെ തന്നെ തളർന്ന് ഭൂമിയിൽ ഇല്ലാതെയായി പോകുന്ന അവസ്ഥയാണ് പിന്നെ സംഭവിച്ചത്. ആർക്കും തിരിഞ്ഞോടാൻ പോലും സാധിച്ചില്ല എന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നേരിട്ട് ആ മഹാസംഭവത്തിന് അവർ സാക്ഷിയാവുകയാണ്, മക്കക്കാർ സാക്ഷിയാകുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ വലിയ ഒരു സന്ദേശം ലോകത്തിന് നൽകുന്നു എന്ന് മനസ്സിലാക്കണം. അവിടെ അബ്ദുൽ മുത്തലിബും സംഘവും ഭീരുക്കളായിട്ട് പിന്മാറിയതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിർവഹിച്ചിട്ടാണ് അവർ മാറി നിന്നത് എന്ന് കാണാൻ കഴിയും. ആ ഒരു വിശ്വാസം, അള്ളാഹുവിലുള്ള അടിയുറച്ച ബോധ്യമുണ്ടെങ്കിൽ അള്ളാഹു ഇടപെടും എന്നുകൂടി ഇവിടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന വേളയിൽ മുസ്ലിം ലോകം ഒന്നടങ്കം ടി വിയിൽ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയാം അല്ലേ. എല്ലാവരും അന്നത്തെ ഭരണാധികാരിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചു. പക്ഷേ 14 ഭാഷകൾ അറിയാമായിരുന്ന അന്നത്തെ ഭരണാധികാരി എല്ലാ ഭാഷയിലും മൗനം പാലിച്ചു എന്നതാണ്. അതോടുകൂടി നമ്മുടെ രാജ്യം തന്നെ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നാണല്ലോ ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. അതിനാൽ ഈ സംഭവത്തിന് കാലികമായ വലിയ പ്രാധാന്യമുണ്ട് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും
അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള വിശ്വാസപരമായ ഈമാനികമായ കരുത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.